എന്റെ അളിയൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഐറ്റം പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇതല്ല ഐറ്റം കേട്ടോ, ഇതെന്റെ അളിയനാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം, മിറാക്കിൾ ഫ്രൂട്ട് കേട്ടോ. ഇത് ഞാനും അവനോട് ഒരു തവണ യാദർശികമായിട്ട് കഴിച്ചപ്പോൾ തന്നെ അവൻ പോയി ഒരു ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ ചെടിക്കാണെങ്കിൽ നല്ല കായും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതുകൊണ്ട് നേരെ വീട്ടിൽ വന്നു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ പുളിപ്പ് നമുക്ക് മധുരമായിട്ട് അനുഭവപ്പെടും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നാരങ്ങ മുറിച്ച് രണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഒരു പീസ് മോക്ക് കൊടുത്തു. മോക്ക് നല്ല പുളിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സംഭവം നല്ല ഫീലായിരുന്നു. അതിനുശേഷം ഞങ്ങളുണ്ടല്ലോ ആ മിറാക്കിൾ ഫ്രൂട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. ഇനി നമ്മൾ ആ നാരങ്ങ കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് എക്സ്പ്രഷൻസ് നോക്കാം കേട്ടോ. സാറിന്റെ സംഭവം കേട്ടോ, അവക്ക് പുളിപ്പില്ല. എത്രമാത്രം പുളിയുണ്ടോ അത്രമാത്രം മധുരമാണ് കേട്ടോ ഈ സാധനം. എടാ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോകും. അത്ര സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആ പുളി അറിയത്തേ ഇല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ മത്സരമൊക്കെ വരുവാണെങ്കിൽ ഇതേണക്ക് നാരങ്ങ നീര് പിഴിഞ്ഞ് കുടിക്കണമെങ്കിൽ ഇങ്ങനെ ഇത് കഴിച്ചിട്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാനും ഉണ്ടല്ലോ വാങ്ങിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചോട്ടോ. സംഭവം എനിക്കത് ഏറ്റില്ലായിരുന്നു കേട്ടോ. ഇത് അത്ര പഴുത്തില്ലായിരുന്നു കേട്ടോ അക്കാ. എന്തായാലും നമ്മൾ പിന്നെ പണ്ടോട്ട് എറിയുന്നിടത്തല്ലോ കൊള്ളുന്നേ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പൊ എന്നെ കണ്ടുപടി, എനിക്കൊരു പുളി പോലെ ഇല്ല. അപ്പൊ സംഭവം മറക്കണ്ട, മിറാക്കിൾ ഫ്രൂട്ട്.